ഫൈനലി നമ്മൾ 50,000 എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. അതെ, താങ്ക് യു ഫാമിലി മെമ്പേഴ്സ്, നമ്മൾ ജയിച്ചു. 3 വർഷത്തെ ഇടപാടാണ്. ഇറ്റ്സ് ബീൻ 3 years. ഒന്നും പറയില്ല, സ്നേഹം മാത്രം. എനിവേ, നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഇന്ന് ലോഞ്ച് ചെയ്തൊരു ഫോണിനെ പറ്റിയാണ്, മോട്ടോ G34. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സാധാ രീതി ഞാനൊരു ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞ് വീഡിയോ ചെയ്യുന്ന പോലെ അല്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫോണില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ട് നോക്കാം, ഇല്ലെങ്കിൽ തച്ചോട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ബ്രോ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. ആക്ച്വലി ഞാൻ ഈ ഫോൺ സ്കിപ്പ് ചെയ്തതാണ്. അതിന് കാരണത്തിൽ നമുക്ക് വരാം. ആദ്യമേ തന്നെ മോട്ടോ G34ന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4GB 128GB പ്രൈസാണ് 11,000. ഓഫർ പ്രൈസ്, അതായത് എക്സ്ചേഞ്ച് ഓഫറാണ്, ബാങ്ക് ഓഫർ ഞാൻ കണ്ടില്ല. എക്സ്ചേഞ്ച് ഓഫർ 9,990, അതായത് 9,990 രൂപ. ഈ ഒരു ഫോൺ നമുക്ക് സ്നാപ്ഡ്രാഗൺ 695 ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, IP54, Android 14, ചവറ് പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ചവറ് പോലെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന 6.5 ഇഞ്ചിൻ്റെ HD+ 120Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ ഈ സംഭവം ശരിയാണ്, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ലാസ്റ്റ് കുടത്തിൽ നിറച്ച് വെച്ച് അവസാനം എന്ത് ചെയ്ത് രാത്രിയാകുന്ന നേരത്ത് ആ കുടം തല്ലിപ്പൊട്ടിക്കുന്നു. അതായത് എല്ലാ എഫേർട്ടും കൊണ്ട് ഡിസ്പ്ലേ കൊണ്ട് കളഞ്ഞു. വർഷം 2024 ജനുവരി 9 ഈ വർഷവും HD+ ഡിസ്പ്ലേ, സീരിയസ്ലി HD+ ഡിസ്പ്ലേ. ഇപ്പോൾ പല പോയിന്റ് ഇപ്പോൾ വരും. അതായത് ഒന്നാമത്തെ പോയിന്റ് കുറേ പേര് പറഞ്ഞത്, ബ്രോ HD+ ഫുൾ HD+ ഫോൺ അല്ലേ, വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ലെന്ന്. വ്യത്യാസം ഉണ്ട്. HD+ ഫുൾ HD+ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലായി. HD+ നിങ്ങൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വരും. ഫുൾ HD+ കാണാനൊരു ലുക്കുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തോണ്ടുകയാണെങ്കിൽ വാട്സപ്പ് എല്ലാം ഒരു ഇച്ചിരൂടെ ഒരു ഷാർപ്നെസ് ഉണ്ട്. ആ ഡിസ്പ്ലേ കാണുമ്പോൾ ഒരു രസമുണ്ട്. HD+ അതില്ല. ഫുൾ HD+ ഈസ് ബെറ്റർ. ഫുൾ HD+ 90 Hz ആണെങ്കിൽ പോലും 120 Hz HD+ ബെറ്റർ ആണ്. ഇതേപോലെ തന്നെയാണ് ഐഫോൺ ഫാൻസ് ആൻഡ്രോയിഡിൻ്റെ 120 Hz അവരുടെ 60 Hz തുല്യമെന്ന് തള്ളാറുണ്ട്. ഞാൻ പേഴ്സണലി എൻ്റെ IQ Neo 7 Proയ്ക്കകത്ത് 120 Hz യൂസ് ചെയ്യുന്നത്. ഞാൻ iPhone 12 ഈ 120 Hz യൂസ് ചെയ്യേണ്ടത് ഞാൻ iPhone 12 കുറച്ച് നേരത്തേക്ക് ഒരു 5 മിനിറ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ ഫോൺ ലാഗായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആ ഫോണിൻ്റെ പ്രശ്നമാണ്. അല്ല, ഐഫോണിന് എങ്ങനെ ലാഗ് വരുന്നത്? സോ ഒരു ചോദ്യം ഉണ്ടാകും. കാര്യം ഇത്രയേ ഉള്ളൂ, ഹേർട്സ് മാറ്റേഴ്സ്. 120 Hz നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ഫുള്ളി നമ്മൾ പഠിച്ചിരിക്കുകയാണ് 120 Hz ഫുള്ള് വരാൻ പോകുന്നതെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ബ്രെയിൻ്റെ ഒരു പ്രത്യേക എബിലിറ്റിയാണ്. സെയിം നിങ്ങൾ 60 Hz പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ 120 ആണ് നിങ്ങൾ നോക്കി ശീലിച്ചതുകൊണ്ട് 60 കാണുമ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ 60 Hz തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ പ്രശ്നം മാറും. അതായത് നിങ്ങൾ മറന്നു 60 ആണോ 120 ആണോ. പക്ഷേ ഇനീഷ്യലി നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ വാദം പൊളിഞ്ഞില്ലേ? 60 Hz 120 Hz ഈക്വൽ അല്ല, അത് അംഗീകരിച്ച് വിടുക. ഐഫോൺ ഫാൻസ് നിങ്ങളത് മണ്ടത്തരമാണ് പറയുന്നത്. ഞാൻ പേഴ്സണലി ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു. ഞാൻ ഇവരെ അംഗീകരിച്ചു. പക്ഷെ ഞാൻ ഐഫോൺ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കത്തിയത്. അത് പൊട്ടത്തരമായിരുന്നു. സിമിലർലി ഫുൾ HD+ HD+ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫുൾ HD+ ഈസ് ഫുൾ HD+. അതിനകത്തൊന്നും പറയാനില്ല. 11,000 രൂപയ്ക്ക് ഫുൾ HD+ തന്നിരിക്കണം. 2024 HD+ സമ്മതിക്കത്തില്ല. മോട്ടോയുടെ തന്നെ പല ഫോണിനകത്ത് G14 പോലുള്ള ഫോണിൽ ഫുൾ HD+ ഉണ്ട്. എന്തുകൊണ്ട് 11,000 നിങ്ങളൊരു ഫോൺ ഇറക്കിയിട്ട് HD+ കൊണ്ടുവന്നു? അതാണ് ചോദ്യം. ഇവർക്ക് പല ഫോണിലിടാം. പോക്കോ M6 Pro ഉൾപ്പെടെയുള്ള പല ഫോണുകൾക്കും ഫുൾ HD ഉണ്ട്. ഇപ്പോൾ ഫുൾ HD കൊടുക്കാം. റിയൽമിയുടെ ഫോൺസിലുണ്ട്. പലർക്കും ഒരു വിചാരമാണ്, ഞാൻ മോട്ടോനെ എപ്പോഴും പൊക്കി പറഞ്ഞു ഇതുകൊണ്ട് തീരും മോട്ടോയുടെ പരിപാടി. എന്ത് ലോജിക്കാനുള്ള 11,000 രൂപയ്ക്ക് HD+ ഡിസ്പ്ലേ അംഗീകരിക്കത്തില്ല. എനിക്ക് പേഴ്സണലി ഡീൽ ബ്രേക്കറാണ്. കുറേ പേർക്ക് ശരിക്കും ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം ഡിസ്പ്ലേ മാറ്റർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കിടിലൻ ഫോണാണ്. പക്ഷേ ഡിസ്പ്ലേ മാറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി കാണും. അതായത് ഇപ്പം നമ്മൾ ഇതിനെയൊക്കെ തടഞ്ഞു വിടുക, മീൻസ് ഇത് കാര്യമാക്കാതിരിക്കുക എന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഇവരിങ്ങനത്തെ ഫോൺസ് ഇറക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ചാനൽ മോട്ടോ കാണത്തൊന്നുമില്ല, എനിക്കറിയാം. എന്നാലും നിങ്ങളിലേക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇറക്കിക്കൊണ്ടിരിക്കും. ഒരു മാന്യത ഇല്ലാതെ, ഒരു നാണമില്ല, ഇവർ ഇറക്കിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ പിന്നെ ഇതൊക്കെ കാണണം. അതാണ് അവസ്ഥ. ഈ ചെറിയ കാര്യത്തിന് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ചില സ്റ്റാൻഡേർഡ് തന്നേ പറ്റുള്ളൂ. 11,000 തന്നേ പറ്റുള്ളൂ. 5 വർഷം മുമ്പ് 9,999 റെഡ്മി ഫുൾ HD+ തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇത് പറ്റാഴികയൊന്നുമല്ല, മനഃപൂർവ്വം തരാതിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. 5G വെച്ചെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ആണോ കുറയ്ക്കുന്നത്? എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇത്രേ പറയാനുള്ളൂ. 11,000 ഒതും
വെർത്തല്ല. 9999 ആണെങ്കിൽ ഒരു 25% ഞാൻ എഗ്രി ചെയ്തേനെ. ഇതിപ്പോൾ ഞാൻ ടോട്ടലി നോട്ട് എഗ്രിങ് ആണ്. കുറേ പേർക്ക് എതിർപ്പുണ്ടാവും, ഹെയ്റ്റ് ഉണ്ടാവും. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ബാക്കിയൊന്നും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഈ ഡിസ്പ്ലേയുടെ പ്രശ്നം ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് മേടിക്കുക, അല്ലാതെ ഫുൾ HD+ തന്നെ വേണം. HD+ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നു. ബൈ.